പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. നമുക്ക് ഭക്തിയോടുകൂടെ ആചരിക്കാം. സഭയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു നല്ല മരിയ ഭക്തിയാണ് കർമ്മല മാതാവിനോടുള്ള ഭക്തി. അത് ഈ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകടമാണ്. ബോംബെയിൽ നിന്നൊക്കെ അവർ ഒരു 10 ദിവസം ഇവിടെ വന്ന് അവരിവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് അവർ തിരുനാൾ ആചരിച്ച് പോകുന്നു. അവർക്ക് വേണ്ടി ഇന്ന് മറാത്തി മാസ പ്രത്യേകമായിട്ട് നടത്തി. ഇപ്പോൾ എത്രയോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഭാരതത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ തിരുനാൾ നമ്മളത് കൊണ്ടാടുന്നത്. കർമ്മലിത്ത വൈദികരെ നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തോട് ഒപ്പം തന്നെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് കർമ്മലോത്തരീയം. പുത്തരിയ മാതാവിൻ്റെ തിരുനാൾ കൂടിയാണിത്. നമുക്ക് നമ്മുടെ കത്തോലിക്ക വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർമ്മലോത്തരീയം, അതുപോലെ ഈ തിരുനാൾ. നമുക്ക് പരിശുദ്ധമ്മയെ നമുക്ക് ഈ മാതാവിൻ്റെ, വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലുടനീളം നമുക്ക് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം അനുഭവിക്കാൻ സാധിക്കട്ടെ. ലോകമെമ്പാടും ആഗോള കത്തോലിക്ക സഭയിൽ ഈ തിരുനാൾ ഇന്ന് ആചരിക്കുമ്പോൾ നമുക്ക് സഭയിലുടനീളമുള്ള ഈ തിരുനാളിൻ്റെ അഭിഷേകം നമുക്ക് ഇന്ന് ഇവിടെ അനുഭവിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മഹത്വീകൃതമായ കന്യകാമറിയത്തിൻ്റെ ധന്യമായ മാധ്യസ്ഥ്യം ഞങ്ങളുടെ സഹായത്തിനെത്തണമേ. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്താൽ ശക്തിയാർജിച്ച് ക്രിസ്തുവാകുന്ന മലയിലെത്തിച്ചേരാൻ ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഖറിയായുടെ പുസ്തകത്തിൽ നിന്ന് സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറൂസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത്, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പോൾ ഈശോയുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ആകാൻ നമുക്ക് ഉള്ള ഒരു വഴിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാൻ ദൈവം വയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അത് മറിയം അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു, ഭംഗിയായിട്ടത് ചെയ്തു. അതുകൊണ്ടാണ് മറിയത്തെ നിർത്തിക്കൊണ്ട് തന്നെ ഈശോ അത് പറയുന്നത്. അപ്പോൾ ഈശോയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും നമുക്കാകാൻ സാധിക്കും. ചുമ്മാ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ ഞാൻ ഈശോയുടെ വലിയ ആളാണ്, ഈശോയുടെ അടുത്ത ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ആണ്. നമുക്ക് അതിനെത്രയോ സുന്ദരമായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം തന്നെ നമുക്ക് മാറ്റുരച്ച് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കൽപ്പനകളിലൂടെ കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയിലൂടെ പോകുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഈശോയുടെ മാതാവും അപ്പനും സഹോദരങ്ങളൊക്കെയാണ് നമ്മൾ. ഇനി ഈശോയുടെ ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാവോ? ഈശോയുടെ ഭക്ഷണം അത് യോഹന്നാൻ്റെ സുവിശേഷം 4:34 ഈശോയുടെ ഭക്ഷണം യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഇല്ല, ഒരുവൻ്റെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഭക്ഷണം. അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അത് നിത്യജീവൻ്റെ അപ്പം എന്ന് ടൈറ്റിലോടുകൂടി വചനം ആരംഭിക്കുമ്പോൾ അത് 25-ാമത്തെ വാക്യം മുതലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം 25-ാം മുതലാണ്. അതിൽ 28-ാമത്തെ വാക്യം അതൊരു ചോദ്യമാണ്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവം അയച്ച ഈശോ മിശിഹായിൽ വിശ്വസിക്കുക. അതാണ്. മറിയം ചെയ്തതും അത് തന്നെയാണ്. മറിയം ചെയ്തത് അതാണ്. അത് വളരെ ഭംഗിയായി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു.
ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മയെ ഇത്രയധികം നമ്മൾ ബഹുമാനിക്കുന്നത് നമുക്ക് നല്ല മാതൃകയായതുകൊണ്ടാണ്. ഈശോയെ നല്ല ഭംഗിയായിട്ട് കൂടെ കൊണ്ടു നടന്നവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ഈശോയെ കൂടെ കൊണ്ടു നടന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന ഈശോ മത്തായിയുടെ സുവിശേഷം 12-50 വാക്യത്തിൽ പറയുമ്പോൾ മറിയം അത് ഭംഗിയായിട്ട് ചെയ്തു. അതുതന്നെയാണ് ഈശോയും ചെയ്തത്. സ്വർഗം വിട്ട ഭൂമിയിലേക്ക് വരാൻ അത് മരണത്തോളം, കുരിശുമരണത്തോളം അനുസരണയുള്ളത്. അതാണ് സഭയെ അനുസരിക്കുക. സഭയുടെ കൗദാശിക ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കൂടെ കൂടെ കുമ്പസാരിക്കുക, കൂടെ കൂടെ കുർബാന സ്വീകരിക്കുക, ഞായറാഴ്ച ആചരിക്കുക, ദൈവവചനം വായിക്കുക, ദൈവകൽപ്പനകൾ പാലിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക. ഇതാണ് നമ്മുടെ ഒരു ജീവിത ശൈലി. ഇതാണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. അങ്ങനെ ഒരു കോഴ്സിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് ഇതാണ്. നമ്മുടെ ഈ ജീവിതം മുഴുവൻ അങ്ങനെ ഒരു കോഴ്സാണ്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാനുള്ള കോഴ്സ്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാനുള്ള കോഴ്സ്. ആ കോഴ്സിൽ പങ്കുചേരുമ്പോൾ അതിനനുസരിച്ചുള്ള സിലബസ് ഫോളോ ചെയ്യണം. സിലബസിലില്ലാത്തത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല, ഇല്ലേ? സിലബസിലില്ലാത്തത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. സിലബസിലുള്ളത് ഫോളോ ചെയ്യണം. പലപ്പോഴും സിലബസിലുള്ളത് ഫോളോ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യും. അതാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കി നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഞാൻ ഇന്നലെ ഇവിടുത്തെ റെക്ടർ അച്ഛനോട് സംസാരിക്കാനിടയായി. അപ്പം റെക്ടർ അച്ഛൻ വീണ്ടും വീണ്ടും എന്നോട് പറയുന്നൊരു കാര്യം, അച്ഛാ, ഇവിടെയുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ദുരാചാരങ്ങൾക്ക് അത് ജനങ്ങളെ ബോധവൽക്കരിക്കണം. മലയാളികളാണ് കൂടുതൽ അങ്ങനെയുള്ള ദുരാചാരങ്ങളിൽ പെട്ടുപോകുന്നത്. തൃശ്ശൂർ എവിടെയോ ഒരു മറ്റു മതത്തിൽ എവിടെയോ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാൻ തൊട്ടിൽ കെട്ടുന്ന ഒരു ആചാരമുണ്ട്. അപ്പം തൃശ്ശൂരുകാരെല്ലാം, തൃശ്ശൂരിലുള്ള അമ്മമാരെല്ലാം വന്നിട്ട് ഇവിടെ അത് ചെയ്യാനായിട്ടാണ് പറയുക. യഥാർത്ഥത്തിൽ അത് നമ്മുടെ സിലബസിലേ ഇല്ല. കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയിൽ ഇല്ലാത്ത ചില ദുരാചാരങ്ങൾ നമ്മൾ കെട്ടിവെക്കുന്നത്. ഇന്ന് കർമ്മലോത്തരീയം നൽകുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ച്, 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കർമ്മലോത്തരീയം കൊടുത്തിട്ട് ഇത് ധരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നത്. ദൈവഹിതമനുസരിച്ചുള്ളൊരു പ്രവൃത്തിയാണ് അത്. കൂദാശയല്ല എങ്കിലും കൂദാശ അനുകരണമാണ്. കൂദാശ അനുകരണങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ. അതായത് ഒരു അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നത് കൂദാശയല്ല, കൂദാശ അനുകരണമാണ്. അതുപോലെ സ്കാപ്പുലർ ഉത്തരീയം ധരിക്കുന്നത് അത് കൂദാശയല്ല, പക്ഷേ സഭയിൽ പാപ്പാമാരിലൂടെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്ന ഒരു നല്ലൊരു ജീവിത ശൈലിയാണത്, ഉത്തരീയം ധരിക്കുക. അപ്പം 1251 നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിലാണ് പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരൻ. 1250, 1250, 51, 1251, 1250. ഇത് പെട്ടെന്ന് ഓർക്കാൻ സുഖമാണ്. എന്താണ് ദൈവഹിതമനുസരിച്ച പ്രവൃത്തി? അത് സഭയിലൂടെ പറയുന്നതൊക്കെ ഫോളോ ചെയ്യാം. നമുക്ക് നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള ജീവിതം, അതിൻ്റെ കൂടെ സഭയുടെ പ്രബോധനങ്ങളൊക്കെ വരും. ഇനി വിശ്വാസമാകുന്ന പരിച, വിശ്വാസമാകുന്ന പരിച, ഇത് വാള് മാത്രം പോരാ. നമുക്കെതിരെ വരുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തടുക്കാൻ വേണ്ടി നമ്മൾ പരിച കൂടി പിടിക്കണം. പരിച. ഇനി അപ്പം അതൊരു താൽക്കാലിക രക്ഷയായി. ഇനി നമ്മൾ ഒരു യുദ്ധത്തിനിറങ്ങുന്നയാളെ പടച്ചട്ട ധരിക്കണം. പടച്ചട്ട ധരിക്കണം. അത് പരിശുദ്ധ കുർബാനയാണ് പടച്ചട്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പരിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഒരാവരണം പോലെ നമ്മുടെ ശരീരത്തിൽ നിറയും. അപ്പം ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാൾ, വിശ്വാസമാകുന്ന പരിച, അത് നമ്മുടെ ജപമാല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ പെടുത്താവുന്നതാണ്. വിശ്വാസം, നമ്മുടെ
നമ്മുടെ ദൈവം ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം റെവലേഷൻ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതിനോട് കാണിക്കുന്ന നമ്മുടെ റെസ്പോൺസാണ്, മറുപടിയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ഒന്നിനും എന്തോ ഒന്നിനെ അങ്ങനെയല്ല നമ്മൾ ആരാധിക്കുന്നത്. എന്തോ ഒരു ദൈവസങ്കല്പത്തെ അല്ല ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവപിതാവ് അയച്ച ഈശോ മിശിഹായുടെ കുരിശ് മരണത്തെയാണ് ആരാധിക്കുന്നത്. ഈശോ നേടിത്തന്ന രക്ഷയാണ് ആരാധിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനത്തെയാണ് ആരാധിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കയ്യിൽ ബൈബിള്, മറുകൈയിൽ ജപമാല, പിന്നെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചങ്ങ് മുന്നോട്ട് പോയാൽ ഒരുത്തനും നമ്മളെ തടയാൻ പറ്റില്ല, ആക്രമിക്കാൻ പറ്റില്ല, നമുക്ക് പൊരുതി നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് എഫേസ്യർ 6:11-13 വചനം സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ ചേർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പം ഈ കർമ്മലോത്തരീയം ചിലപ്പോൾ മാതാവിൻ്റെ ചിത്രമുള്ളതുണ്ട്, തിരുഹൃദയത്തിൻ്റെ ചിത്രമുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഉത്തരീയമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒന്നുമില്ല, ഒരു പടവും ഇല്ലാത്ത ഇങ്ങനെ ബ്രൗൺ സ്കാപ്പുലാർ, അത് ഇങ്ങനെ ഒരു ബ്രൗൺ പീസ്, ഇങ്ങനെ ഒരു തുണി രണ്ടറ്റത്തും. അത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ, മലയാളിയല്ല, അവർ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ വെഞ്ചരിക്കാൻ കൊണ്ടുവന്നപ്പോഴും ചോദിച്ചതാണ്, ഇതാകുമ്പോൾ സേഫാണ്, മറ്റേത് അതിങ്ങനെ കുഞ്ഞുങ്ങൾ വായിൽ വെച്ച് കടിച്ച് അല്ലെങ്കിൽ ദേഹത്തൊക്കെ മുട്ടി ഒരു അസ്വസ്ഥത ഉണ്ടാകും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നാണ്. കർമ്മലീത്ത വൈദികരും അവരുടെ മുന്നോട്ടൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് സ്കാപ്പുലറാണ്. നമ്മുടെ ശരീരത്തിൽ അനാട്ടമി അനുസരിച്ച് സ്കാപ്പുല ബോൺ അങ്ങനെ ഉണ്ട്. അത് ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ഇങ്ങനെ പുറവശത്ത് രണ്ട് പുറക് വന്നിട്ട് അതിങ്ങനെ കോളർ ബോണുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് കൈകളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണത് സ്കാപ്പുല ബോൺ. ഇത് അതുപോലെ ധരിക്കുന്ന ഒന്നാണ് ഈ ഉത്തരീയം. അത് നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കുറച്ചുകൂടി അതിനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ധരിക്കുന്ന ഇതൊരു പ്രൊട്ടക്ഷനാണ്. അച്ഛന്മാരും കർമ്മലീത്ത വൈദികരത് ധരിക്കുമ്പോഴും അവരുടെ പ്രധാന വസ്ത്രമുണ്ടല്ലോ, പ്രധാന വസ്ത്രത്തിൽ അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, നമ്മൾ കർമ്മലോത്തരീയം ധരിക്കുന്നത് നമുക്ക് മാമോദീസയിലൂടെ വിശ്വാസത്തിൻ്റെ വെള്ള വസ്ത്രം തന്നു. അത് മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മരണച്ചടങ്ങിലോ ഒരു വെള്ള വസ്ത്രം നമ്മുടെ നെഞ്ചത്ത് വിരിച്ചിട്ട് പറയും, ഇവൻ മാമോദീസയിലൂടെ സ്വീകരിച്ച വെള്ളവസ്ത്രം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരണച്ചടങ്ങിൽ അത് നെഞ്ചത്ത് വിരിക്കും. അപ്പോൾ നമ്മളെ ധരിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഈ വെള്ളവസ്ത്രം അഴുക്കാകാതെ ധരിക്കുന്ന ഒരാഭരണം പോലെ ഉത്തരീയം കരുതിയാൽ എത്രയോ സുന്ദരമാണ്. മരിയൻ പ്രൊട്ടക്ഷൻ. ഇതങ്ങനെ ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നുമല്ല, വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചത്. 1125 ജൂലൈ 16 ഹൊണോറിയൂസ് മൂന്നാമൻ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായത്. പിന്നീട് 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ സ്റ്റോക്കിനും, പിന്നെ 1332 കർമ്മലീത്ത സഭയിൽ അവർ ഈ തിരുനാൾ ആചരിക്കാൻ തുടങ്ങി. 1726 ആഗോള സഭയിൽ ഇതിനെക്കുറിച്ച് ആചരണം ആരംഭിച്ചു. അതാണ് നമ്മൾ 1726 പിന്നീട് ജോൺ 22 പാപ്പ ഇതേക്കുറിച്ച് ഔദ്യോഗിക രേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കർമ്മലോത്തരീയം ഇത് നമ്മൾ ഈ ചരട് കെട്ടുന്നത് പോലെയോ തൊട്ടിൽ കെട്ടുന്നത് പോലെയോ താഴ്ത്തു പൂട്ടുന്ന പോലെയോ ഉള്ള ദുരാചാരമല്ല. ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്, സഭയിലുള്ള ഒരു രീതിയാണിത്. 1214 തന്നെ വിശുദ്ധ ഡോമിനിക്കിന് ജപമാല കൊടുത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1214 ഓർക്കണം, സഭയിലെ തെറ്റായ പഠനങ്ങൾ ഉണ്ടായപ്പോൾ, പാഷണ്ഡതകൾ ഉണ്ടായപ്പോൾ പുണ്യവാൻ ഇങ്ങനെ വിഷമിച്ച്, പുണ്യവാൻ പ്രസംഗിക്കുന്ന പുരോഹിതനാണ്, വിശുദ്ധനായിരുന്നു. അപ്പം ജപമാല ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. അദ്ദേഹം അതിൽ വിജയിച്ചു. 1251 ഉത്തരീയം. അപ്പം ജപമാലയും ഉത്തരീയവും മരിയ ഭക്തി നമുക്ക് വളരെ സുന്ദരമായൊരു കാര്യമല്ലേ നമ്മുടെ കത്തോലിക്ക വിശ്വാസ
ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ. ഇങ്ങനെ മാതാവ് ഈ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഇങ്ങനെ വെടിയുണ്ട ഏറ്റ സമയത്ത് ഒരു ചിത്രം ഇങ്ങനെ പ്രചരിച്ചു. മാതാവ് ഇങ്ങനെ ഇരുവശത്തും ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ, അതായത് ഒരു കൈ നെഞ്ചത്തും ഒരു കൈ പുറകുവശത്തും അങ്ങനെ പിടിച്ച്, ശരിക്കും സ്കാപ്പുലാറിൻ്റെ ഒരു ചൈതന്യം അതാ. മാതാവ് ഇങ്ങനെ പിടിച്ചിരിക്കുക, പുറകിലേക്കും മുൻപോട്ടും ഒരു തുണിക്കഷണം, ബ്രൗൺ സ്കാപ്പുലാർ, മാതാവ് ഇങ്ങനെ ഇരു കൈ കൊണ്ടും പിടിച്ചിരിക്കുന്നത് പോലെ. എത്ര സുന്ദരമാണത്! അപ്പൊ ഉത്തരീയ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണ്ടേ? ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കണം, നമ്മളത് ധരിക്കണം. അപ്പം പോപ്പിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് സിലബസ് ഫോളോ ചെയ്യുകയും ആ സിലബസിലുള്ള ഒരു കാര്യമാണ് മരിയ ഭക്തി. സഭയുടെ കാനൻ നിയമം അനുസരിച്ച് മരിയ ഭക്തി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സിലബസിലുള്ള കാര്യമാണ് മരിയ ഭക്തി. ആ സിലബസിനോട് ആഡ് ചെയ്യപ്പെട്ട, കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കാര്യമാണ്, രണ്ട് കാര്യങ്ങളാണ്, ജപമാല ഭക്തിയും പരിശുദ്ധ ഉത്തരീയ ഭക്തിയും. അപ്പം നമ്മളത് ഫോളോ ചെയ്യണം. നമ്മളിങ്ങനെ നമ്മുടെ സിലബസിലില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്. അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. സിലബസിലില്ലാത്ത കാര്യങ്ങൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയാൽ അവസാനത്തെ പരീക്ഷയിൽ തോറ്റുപോകും. ദൈവത്തെ ഏറ്റുപറയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്ന ആ കോഴ്സിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ദുരാചാരങ്ങൾക്ക് അടിപ്പെട്ടു പോയാൽ നമ്മുടെ തൃപ്തിക്കനുസരിച്ച് എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോകാനൊന്നും എനിക്ക് പറ്റുകയില്ല, എനിക്ക് കൂടെ കുമ്പസാരിക്കാനൊന്നും പറ്റുകയില്ല, എനിക്ക് കൂടെ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റുകയില്ല. നീ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നിന്റെ അപ്പനും അമ്മയും നിന്റെ ജ്ഞാനസ്നാന പിതാക്കളും നിനക്ക് വേണ്ടി ഇവനെ ഞാൻ വളർത്തിക്കോളാം, ഇവളെ ഞാൻ വളർത്തിക്കോളാം എന്ന് ഉടമ്പടി എടുത്തതാ. എന്നിട്ട് 9, 10 ഒക്കെ വയസ്സാകുമ്പോഴും നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ കൂടെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ ഉടമ്പടി എടുത്തതാ. കൂടെ കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഈശോയോട് ഉടമ്പടി എടുത്തവരാണ് നമ്മൾ. സ്ഥൈര്യലേപനത്തിലൂടെ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഞാൻ കൂടെ നിന്നോളാം കർത്താവേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ളതാ. വിവാഹ ജീവിതത്തിലൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ കോഴ്സിലെ പ്രവേശനം കിട്ടി. പക്ഷെ കോഴ്സ് അത് പൂർത്തിയാക്കണം, വിജയകരമായിട്ട് പൂർത്തിയാക്കണം. കത്തോലിക്ക വിശ്വാസ ജീവിത കോഴ്സ് അതിൽ ഉഴപ്പാൻ പാടില്ല, അതിന് ചേരാത്തതൊന്നും ചേർത്ത് വയ്ക്കാനും പാടില്ല. അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ കർമ്മലമാതാവിൻ്റെ തിരുനാൾ അനുഗ്രഹമാക്കി മാറ്റട്ടെ. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ കാത്തിടണമേ. കനിപോലും നിൻ ഇരു കൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇരു കൈകൾ നീട്ടി ഇങ്ങനെ അമ്മ നമ്മുടെ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഇരു കൈയും ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ നെഞ്ചത്തൊരു കൈ, പുറകിലൊരു കൈ, അങ്ങനെ നമ്മളെ സംരക്ഷിച്ച് അമ്മ ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വീകരിച്ച് എളിമയോടെ കൂടെ ജീവിക്കേണ്ട ജീവിതമല്ലേ കത്തോലിക്ക വിശ്വാസ ജീവിതം. അമ്മ അങ്ങനെയല്ലേ ചെയ്തത്. കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ, നിന്റെ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ നിനക്ക് മുന്നോട്ട് പോകാൻ പരിശുദ്ധ അമ്മ നിന്റെ മുൻപിലും പുറകിലും കരമിങ്ങനെ പിടിച്ച് നിന്നെ സംരക്ഷിക്കാൻ അമ്മ തയ്യാറാണ്. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ കാത്തിടണമേ. കനിപോലും നിൻ ഇരു കൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ.
നിൻ പൊന്നോമൽ സുതനായി ഈശോ മിശിഹാ വഴിയാൽ ഏകിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം പരിശുദ്ധമ്മ നമ്മളെ വളരെ സുന്ദരമായി സഹായിക്കട്ടെ, അതനുഭവിക്കാൻ സാധിക്കട്ടെ. ആമേൻ. കാസയിൽ പേലാസയിൽ കാഴ്ചയേകാം സേവിത കാരുണ്യവാന നല്ല ദൈവമേ. കാസയിൽ പേലാസയിൽ കാഴ്ചയേകാം സേവിത കാരുണ്യവാനായി നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലോ ഏലയായി എന്നുടെ ഈ കാഴ്ചകൾ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവായ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാമറിയം കർമ്മല മലയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമത് വീണ്ടെടുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകന്യാണ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെ ഈ വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സു തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.